500ഓളം യാത്രക്കാരുമായി യാത്ര തിരിച്ച ട്രെയിൻ റാഞ്ചി 182 പേരെ ബന്ദികളാക്കിയ ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാനെ മുൾമുനയിലാക്കിയിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്ന് പെഷാവറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആയിരുന്നു വിമതസേന ഹൈജാക്ക് ചെയ്തത്. പാകിസ്ഥാനിൽ നിന്നുള്ള ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി വിമതസേനകൾ നടത്തുന്ന വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ട്രെയിൻ ഹൈജാക്കും. ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് വർഷാവർഷം ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ ഭരണകൂടത്തിന് നിരന്തരം തലവേദനയാകുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ സേന ആരാണ്? അവരുടെ സ്വാതന്ത്ര്യാവശ്യത്തിന് പിന്നിലെ കാരണം എന്താണ്? അവരെ ആരാണ് പിന്തുണയ്ക്കുന്നത്? പരിശോധിക്കാം. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് ഹിസ്റ്റോറിക്കൽ ബലൂചിസ്ഥാൻ പരന്നുകിടക്കുന്നത്. അതിൽ പാകിസ്ഥാന്റെ ഭാഗമായ ബലൂചിസ്ഥാന്റെ വിസ്തൃതി രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്താരത്തിന്റെ ഏകദേശം 2/3 വരും. ഭൂരിഭാഗവും മലകളും മരുഭൂമികളുമാണ് എന്നതിനാൽ ബലൂചിസ്ഥാനിൽ ജനസംഖ്യ താരതമ്യേന വളരെ കുറവാണ്. എന്നാൽ പ്രകൃതിവാതകങ്ങളുടെയും ഇരുമ്പ്, സൾഫർ ഉൾപ്പെടെയുള്ള ധാതുക്കളുടെയും നിക്ഷേപത്താൽ സമ്പുഷ്ടമാണ് ബലൂചിസ്ഥാൻ. പക്ഷെ അതിന്റെ ഫലങ്ങളൊന്നും ആസ്വദിക്കാൻ ബലൂച്ച് ജനതയ്ക്ക് സാധിക്കുന്നില്ല എന്നിടത്താണ് ബലൂച്ച് പോരാട്ടത്തിന്റെ കഥ ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുൻപ് ഖാനേറ്റ് ഓഫ് കലാട്ടിന് കീഴിലായിരുന്നു ബലൂചിസ്ഥാൻ മേഖല. ഇന്ത്യ പാക് വിഭജന സമയത്ത് ഇന്ത്യയുടെ ഭാഗമായി നിലകൊള്ളാനായിരുന്നു ഖാൻമാരുടെയും ഒരു വിഭാഗം ബലൂച്ച് ജനതയുടെയും താല്പര്യം. എന്നാൽ മേഖലയിലെ മറ്റ് നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാൻ ലയിച്ചതോടെ കാര്യങ്ങൾ സങ്കീർണമായി. ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന മുഹമ്മദ് അലി ജിന്നയുടെ വാശിയും കൂടി ആയതോടെ ബലൂചിസ്ഥാൻ ലയനത്തിന് നിർബന്ധിതമായി. 1948 മാർച്ച് 27 ബലൂചിസ്ഥാൻ സ്വതന്ത്ര പാകിസ്ഥാന്റെ ഭാഗമാകുന്നത്. പക്ഷേ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങളും അതോടൊപ്പം ആരംഭിച്ചിരുന്നു. ധാതുസമ്പന്നമായ നാടിനെ മുതലെടുക്കാൻ പാകിസ്ഥാനെ അനുവദിക്കില്ലെന്ന ഖാൻ ഓഫ് കലാട്ടിന്റെ നിലപാടായിരുന്നു സ്വതന്ത്ര പോരാട്ടങ്ങൾക്ക് തിരികൊളുത്തിയത്. അതുതന്നെയാണ് നിലവിലെ ബലൂച്ച് വിഘടനവാദ സേനകളുടെയും അടിസ്ഥാനം. എല്ലാ കാലത്തും പാകിസ്ഥാൻ സർക്കാരുകൾ ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ 1/5 ജനസംഖ്യയുള്ള പ്രവിശ്യയ്ക്ക് അതിന്റെ ഗുണങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്രമായ പ്രവിശ്യയാണ് ഇപ്പോഴും ബലൂചിസ്ഥാൻ. ഇസ്ലാമാബാദിലുള്ളവർ ബലൂച്ച് ജനതയെ വഞ്ചിക്കുന്നുവെന്ന തോന്നൽ ദൃഢമാക്കുന്നതിലേക്ക് നയിച്ച പ്രധാന കാരണവും അതുതന്നെയാണ്. 2007 പർവേസ് മുഷറഫിന്റെ കാലത്ത് ബലൂച്ച് നേതാവ് നവാബ് അക്ബർ ബുക്തിയെ വെടിവെച്ച് കൊന്നതായിരുന്നു വിമത പോരാട്ടങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ്. 2000-കളിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA രൂപം കൊള്ളുന്നത്. തദ്ദേശീയ ബലൂച്ച് ഗോത്രങ്ങൾക്ക് അർഹമായ പങ്ക് നൽകാതെ പാകിസ്ഥാൻ പ്രവിശ്യയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നതിനെതിരെയായിരുന്നു അവരുടെയും പോരാട്ടം. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുടനീളം 6000-ഓളം അംഗങ്ങളാണ് സേനയിലുള്ളത്. 2006 പാകിസ്ഥാൻ BLA നിരോധിച്ചെങ്കിലും ഗ്രാമീണ നഗരമേഖലകളിലെല്ലാം സേനയ്ക്ക് ലഭിക്കുന്ന പിന്തുണ തടയാൻ ഇസ്ലാമാബാദിലെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. 2018 BLAയുടെ യുവ നേതാവ് അസ്ലം ബലൂച്ചിനെ ചാവേർ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കാനും കാരണമായി. യുവാക്കൾക്കിടയിലും സംഘടനയ്ക്ക് വേരോട്ടം ലഭിച്ചിരുന്നു. 2024 ഏകദേശം 150 ആക്രമണങ്ങളാണ് ബലൂചിസ്ഥാനിൽ അരങ്ങേറിയത്. മുൻ വർഷങ്ങളേക്കാൾ 119% വർധനമായിരുന്നു അത്. മിക്കവാറും ചൈനീസ് പൗരന്മാരും പാകിസ്ഥാനി സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിരുന്നു ആക്രമണങ്ങൾക്ക് ഇരയായത്. ചൈനയിൽ നിന്ന് ആരംഭിച്ച് പാകിസ്ഥാൻ അധീനതയിലുള്ള കശ്മീരിലൂടെ ബലൂചിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം വരെ എത്തുന്ന $6200 കോടി ചൈന പാകിസ്ഥാൻ വ്യാവസായിക ഇടനാഴി പദ്ധതിയായിരുന്നു ചൈനീസ് പൗരന്മാരെ ഉന്നമിടാൻ കാരണമായത്. മേഖലയിലെ ചൈനയുടെ വ്യാപാര താൽപര്യങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ സർക്കാരിന്റെ പിന്തുണയോടെ ബലൂചിസ്ഥാനെ ഉപയോഗിക്കുന്നുവെന്നായിരുന്നു പ്രധാന ആരോപണം. ഈ പോരാട്ടങ്ങളെ എല്ലായ്പ്പോഴും പാകിസ്ഥാൻ നേരിട്ടതും കടുത്ത അടിച്ചമർത്തൽ നടപടികളിലൂടെയായിരുന്നു. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം 10,000-ലധികം ബലൂച്ചുകളെയാണ് 2011 ശേഷം കാണാതായത്. ബലൂച്ച് രാഷ്ട്രീയ തടവുകാരെയും കാണാതായവരെയും വിട്ടയക്കണമെന്നാണ് നിലവിലെ ട്രെയിൻ ഹൈജാക്കിന് പിന്നിലെ പ്രധാന ആവശ്യം. അതിനിടെ ബലൂചിസ്ഥാൻ വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യയുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന ആരോപണവും ശക്തമാണ്. BLA നേതാക്കൾക്ക് ഇന്ത്യയിൽ ചികിത്സ നൽകിയതായി മുൻപ് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയിലടക്കം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ത്യൻ ചാരസംഘടന റോയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഓപ്പറേഷനുകൾക്ക് പിന്നിലെന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം ഇന്ത്യ നിഷേധിക്കുകയാണ് ഉണ്ടായത്.